നമസ്തേ രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചൈനയുമായി ചങ്ങാത്തത്തിന് പോയ ബംഗ്ലാദേശിന് തിരിച്ചടി നൽകി ഭാരതം. ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്കുകൾക്ക് നൽകിയിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ഇന്ത്യ റദ്ദാക്കി. ബംഗ്ലാദേശിന്റെ വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 84% ഉയർത്തി ചൈനയുടെ തിരിച്ചടി. തീരുമാനം ട്രംപ് പ്രഖ്യാപിച്ച 125% തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ. നാവികസേനയ്ക്കായി ഫ്രാൻസിൽ നിന്ന് 64,000 കോടിയുടെ റഫാൽ എം യുദ്ധവിമാനങ്ങൾ വാങ്ങും. ഇടപാടിന് കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ അനുമതി. 2030 റഫാൽ എം യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറി. വീണ്ടും റിപ്പോ നിരക്ക് കുറച്ച് RBI 0.25% കുറച്ച് 6%. വായ്പ പലിശ നിരക്കുകൾ കുറയും. രാജ്യത്ത് പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞെന്ന് വിലയിരുത്തൽ. തഹാവൂർ റാണയെ ഉടൻ ഇന്ത്യയിലെത്തിക്കും. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയുമായി NIA സംഘം ഭാരതത്തിലേക്ക്. ഭീകരനെ പാർപ്പിക്കാൻ ഭാരതത്തിലെ ജയിലുകൾ തയ്യാർ. ജമ്മുകശ്മീരിലെ ഉധംപൂർ മേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. 3 ഭീകരരെ വളഞ്ഞ് സുരക്ഷാ സേന. കൂടുതൽ സൈന്യം സ്ഥലത്ത്. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ IED സ്ഫോടനത്തിൽ CRPF ജവാന് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ചൈനയ്ക്കെതിരെ 50 മുതൽ 104% വരെ അധിക താരിഫ് ചുമത്തി ട്രംപ്. തങ്ങളുടെ രാജ്യത്ത് വിൽപ്പന നടത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% താരിഫ് ചൈന ഏർപ്പെടുത്തിയിരുന്നു. ഈ തീരുമാനം പിൻവലിക്കാൻ 24 മണിക്കൂർ സമയം ചൈനയ്ക്ക് താരിഫ് നൽകിയിരുന്നെങ്കിലും തീരുമാനം അനുകൂലമായിരുന്നില്ല. തുടർന്നാണ് അധിക താരിഫ് ഇന്നു മുതൽ അമേരിക്ക നടപ്പിലാക്കിയത്. ചൈനയുമായി 1 ലക്ഷം കോടിയുടെ വരെ വ്യാപാര കമ്മി നിലനിൽക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാക്കാതെ താരിഫ് കുറയ്ക്കുക സാധ്യമല്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ 10% അധിക താരിഫ് ചൈനയ്ക്ക് ചുമത്തുമെന്നായിരുന്നു നിലപാട്. 10% അധിക താരിഫ് അമേരിക്ക ചുമത്തിയതോടെ ചൈനയിൽ വിൽക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പകര നികുതി ഏർപ്പെടുത്തി. ചൈനയുടെ ഈ നീക്കം പിൻവലിക്കാൻ 24 മണിക്കൂർ ട്രംപ് സമയം നൽകിയിരുന്നു. മുന്നറിയിപ്പ് ചൈന അവഗണിച്ചതോടെ 50 മുതൽ 104% വരെയാണ് അമേരിക്ക അധിക താരിഫ് ചുമത്തിയത്. അമേരിക്കയിൽ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയുടെ വലിയൊരു വിപണിയാണ് ഇതോടെ നിശ്ചലമായിരിക്കുന്നത്. പുതുക്കിയ താരിഫ് ഘടന ഇന്നു മുതൽ നടപ്പാക്കുകയും ചെയ്തു. നേരത്തെ 100ഓളം രാജ്യങ്ങൾക്ക് 10% അധിക താരിഫും നിരവധി രാജ്യങ്ങൾക്ക് 27% വരെ താരിഫും അമേരിക്ക ചുമത്തിയിരുന്നു. കടുത്ത തീരുമാനം ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല അമേരിക്കയിലെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കാൻ ഇത് വഴിവെക്കുകയും ചെയ്യുമെന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ജനം. ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 84% അധിക നികുതി ചുമത്തി ചൈന. അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 104% താരിഫ് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി. നേരത്തെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% അധിക താരിഫ് ചൈന ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്ക 104% ചുമത്തിയത്. 104% ഉയർത്തിയ താരിഫ് ഇന്നു മുതൽ നിലവിൽ വന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് ചൈന. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, തീർച്ചയായും അമേരിക്കയുടെ നീക്കത്തോടെ ശക്തമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ 84% നികുതിയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇന്നലെ രാത്രിയോട് കൂടിയാണ് 104% ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് ഏർപ്പെടുത്തി ട്രംപ് തീരുമാനം പുറപ്പെടുവിക്കുകയും അത് ഇന്നു മുതൽ നടപ്പാകുമെന്ന് അറിയിക്കുകയും ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ കടുത്ത നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ തിരിച്ചും ചുമത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പകരച്ചുങ്കം ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ വാണിജ്യ യുദ്ധം വീണ്ടും ശക്തമാവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് 10% ചുമത്താൻ ഉദ്ദേശിച്ചിരുന്ന നികുതിയെങ്കിൽ പിന്നീട് 20ഉം 50% ഉയർത്തുമെന്ന ഇന്നലെ നടന്ന പ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് നടക്കുന്നത് 50% മറിച്ച് 104% വരെയുള്ള 50 മുതൽ 104% വരെയുള്ള വലിയ നികുതി ഏർപ്പെടുത്തിയ ഒരു നീക്കമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പ് ട്രംപ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ ചൈനയുമായുള്ള വ്യാപാര
കമ്മി ഏതാണ്ട് $100 അടുത്ത്, ലക്ഷം കോടി ഡോളറിന്റെ അടുത്താണ് എന്നാണ് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ലക്ഷം കോടി ഡോളറിന്റെ നഷ്ടം വരുത്തുന്ന അല്ലെങ്കിൽ വ്യാപാര ഡെഫിസിറ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യാപാരത്തെ പരിഹരിക്കാതെ അല്ലെങ്കിൽ ഇറക്കുമതിയും കൃത്യമായി ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാതെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന നിലപാടാണ് അറിയിച്ചതെങ്കിൽ അത് അതേ രീതിയിൽ തിരിച്ചടിക്കുന്ന രീതിയിൽ തന്നെ, അതായത് 84%, അതായത് നേരത്തെ 34% 84% അധിക നികുതി ചുമത്തിയാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്നൊരു പ്രതിരോധം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാനുള്ള ഉദ്ദേശം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. തീർത്തും ശക്തമായൊരു മത്സരം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നു. ചൈനയുമായി നെഗോഷിയേറ്റ് ചെയ്യുന്ന നിലപാടില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടും ട്രംപ് വ്യക്തമാക്കി നേരത്തെ. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ ശത്രുത വാണിജ്യ രംഗത്ത് തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ അടിതെറ്റിയതോടെ മറ്റൊരു നീക്കവുമായി ചൈന ഹോളിവുഡ് സിനിമകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്നാണ് സൂചന നൽകിയിട്ടുള്ളത്. 104% താരിഫ് ചുമത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനെ ചെറുക്കാനാണ് ചൈന സിനിമാ വിലക്ക് കൂടി ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. അധിക താരിഫ് നടപടികളിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹോളിവുഡ് സിനിമകൾക്കടക്കം ചൈന വിലക്കേർപ്പെടുത്തുമെന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായാണ് ഹോളിവുഡ് സിനിമകൾക്കടക്കം വിലക്കുന്നുവെന്ന് ചൈനയിലെ പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സായ ലിയു ഹോഗും ചെയർമാൻ റാബിറ്റും പ്രസ്താവനകൾ ഇറക്കിയത്. അമേരിക്കയെ ചെറുക്കാൻ ചൈന സ്വീകരിക്കുന്ന നടപടികൾ എന്ന പേരിലാണ് ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ ഉണ്ടായിരുന്ന 20% നിന്ന് 54 മുതൽ 104% വരെ ഇനിയും താരിഫ് ഉയരുമെന്ന സാഹചര്യത്തിലാണ് ചൈന ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതു സംബന്ധിച്ച് ചൈനീസ് സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കാറില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഹോളിവുഡ് സിനിമകൾക്ക് എന്നും ഏറെ പ്രേക്ഷകരാണ് ചൈനയിലുള്ളത്. ചൈനീസ് സിനിമാ വിപണിയിലേക്കുള്ള പ്രവേശനം മുടങ്ങുന്നത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ ചലനങ്ങൾക്ക് കാരണമായേക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ചൈനയുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ പോയ ബംഗ്ലാദേശ് സർക്കാരിന് ശക്തമായ തിരിച്ചടി നൽകി ഭാരതം. ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്കുകൾക്ക് നൽകിയിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ഇന്ത്യ റദ്ദാക്കി. 2020 മുതൽ നൽകിയിരുന്ന സൗകര്യമാണ് ഇന്ത്യ ഇപ്പോൾ റദ്ദാക്കിയത്. ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബംഗ്ലാദേശിന്റെ വ്യാപാര ബന്ധത്തിന് ഇത് വലിയ തിരിച്ചടി നൽകുമെന്നുള്ളൊരു തീരുമാനമായി മാറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്കോ ഉള്ള കയറ്റുമതി ഇറക്കുമതി, അത് ഭാരതം വഴിയുള്ള ഇത്തരം കയറ്റുമതികളും ഇറക്കുമതികളും നിരോധിച്ചുകൊണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. വിമാനമാർഗമോ അല്ലെങ്കിൽ തുറമുഖങ്ങൾ വഴിയോ വാഹനങ്ങൾ വഴിയോ ബംഗ്ലാദേശിൽ നിന്ന് ഭാരതം വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് ഇനി മുതൽ സാധനങ്ങൾ കൈമാറാൻ കഴിയില്ല, കയറ്റുമതി അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും ഭാരതം എടുത്തിരിക്കുന്ന തീരുമാനം. പ്രത്യേകിച്ച് നേപ്പാൾ, അതേപോലെ തന്നെ മ്യാൻമാർ, ഭൂട്ടാൻ, ഈ 3 രാജ്യങ്ങളിലേക്കുള്ള ബംഗ്ലാദേശിൻ്റെ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഭാരതത്തിൻ്റെ തീരുമാനം എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇത് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് ഏറ്റവും പുതിയ ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ നിർദ്ദേശം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ബംഗ്ലാദേശിലേക്കുള്ള ഇറക്കുമതി സാധനങ്ങളുടെ വിലയും വലിയ കുത്തനെ ഉയരുമെന്നുള്ളതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഭാരതത്തിൻ്റെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ 3 രാജ്യങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും വലിയ രീതിയിൽ കയറ്റുമതി, ഈ നേപ്പാൾ, ഭൂട്ടാൻ, അതേപോലെ തന്നെ ഈ മ്യാൻമാർ, ഈ 3 രാജ്യങ്ങളിലേക്കും വലിയ രീതിയിൽ കയറ്റുമതി ഉള്ളതാണ് ബംഗ്ലാദേശിന്. മാത്രമല്ല ഇവിടങ്ങളിൽ നിന്നും ഉള്ള വ്യാപാര ബന്ധം, ഒരുപക്ഷെ ബംഗ്ലാദേശുമായിട്ടുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുവാൻ പോലും ഈ 3 രാജ്യങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 3 രാജ്യങ്ങളിലും ഇറക്കുമതി സാധനങ്ങൾക്ക് വില കുത്തനെ കൂടും. ഇതിനപ്പുറം തന്നെ സമയനഷ്ടം ഒരു പ്രധാന ഘടകമാണ്. ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ബംഗ്ലാദേശുമായുള്ള വ്യാപാര ബന്ധം ഒരുപക്ഷെ ഈ 3 രാജ്യങ്ങളും വേണ്ടാന്ന് വെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനപ്പുറം ബംഗ്ലാദേശിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതി സാധനങ്ങൾ, അത് ഭാരതം വഴി എത്തുന്ന ഇറക്കുമതി സാധനങ്ങൾ, അത് ഇനിയും അത്തരം സാഹചര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഭാരതം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇത്തരം സാധനങ്ങൾ, ഭാരതത്തിലുള്ള സാധനങ്ങൾ,
അത് പുറത്തേക്ക് കടത്തുവാൻ വേണ്ടിയുള്ള അനുമതി ലഭിക്കും. എന്നാൽ ഇന്നു മുതൽ മറ്റ് വീണ്ടുമുള്ള ട്രാൻസിറ്റ് അത്തരം സാധനങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ കാർഗോ നീക്കങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഭാരതം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഭാരതം അല്ലെങ്കിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് പ്രധാനമായും ഈ ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക പ്രധാനമന്ത്രി അദ്ദേഹം ഈ ചൈനയിലെത്തി ഭാരതത്തോട് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക നയങ്ങളോട് എതിർപ്പ് പ്രഖ്യാപിക്കുകയും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നടത്തുകയും ചൈനയുടെ സാമ്പത്തിക നയങ്ങളും വ്യാപാര നയങ്ങളുമായി യോജിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഇതാണ് ഭാരതത്തെ പ്രകോപിപ്പിച്ചത്. അതാണ് ഇത്തരമൊരു കടുത്ത നീക്കത്തിലേക്ക്, ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഭാരതത്തെ എത്തിക്കുവാൻ ഇടയാക്കിയതും. ശരി. അമേരിക്കയുമായി ആണവ ധാരണയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച് ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉറപ്പ് നൽകിയാൽ ശനിയാഴ്ച ഒമാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളുടെ ഭാഗമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗ്ചി അറിയിച്ചു. ആണവായുധ ശേഖരം തയ്യാറാക്കാനുള്ള നീക്കം നിർത്തിയില്ലെങ്കിൽ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യം വെച്ച് യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ പാടില്ലെന്നും ഇറാന് അമേരിക്ക താക്കീതും നൽകി. മാത്രമല്ല, ആണവായുധം തയ്യാറാക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കടുത്ത ആക്രമണമുണ്ടാകുമെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായതായി ട്രംപ് അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ വിശദീകരണം. സൈനിക ആക്രമണം അമേരിക്ക നടത്തില്ലെന്ന് ഉറപ്പ് നൽകിയാൽ ആണവ പരീക്ഷണം നിർത്തിവെക്കാമെന്നാണ് വാഗ്ദാനം. ഇക്കാര്യം ഔദ്യോഗികമായി ഇറാൻ വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിലൂടെ അറിയിക്കുകയും ചെയ്തു. ആണവായുധ നിർമ്മാണം നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഒമാനിൽ നടക്കുന്ന ചർച്ചകളിൽ ഭാഗമാകും. എന്നാൽ സൈനിക ആക്രമണം ഉണ്ടാകില്ലെന്ന് അമേരിക്ക ഉറപ്പു നൽകുക തന്നെ വേണം. നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ നേരത്തെ സാധ്യമായിട്ടുണ്ട്. ഇന്നും അതിന് അവസരമുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക്. റഷ്യയുടെ വിക്ടറി ദിന ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കാൻ റഷ്യൻ സർക്കാരിൻ്റെ ക്ഷണം ലഭിച്ചതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. യുക്രൈൻ വിഷയം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് നിർണായകമായ ചർച്ചകളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് സൂചന. റഫാൽ യുദ്ധവിമാനം വാങ്ങുന്നതിനായുള്ള 64,000 കോടി രൂപയുടെ കരാറിന് അംഗീകാരം നൽകി സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി. INS വിക്രാന്തിനായി ആവശ്യത്തിനാകും റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും വാങ്ങുക. 22 ഒറ്റ സീറ്റ് വിമാനങ്ങളും 6 ഇരട്ട സീറ്റ് വിമാനങ്ങളുമാകും വാങ്ങുന്ന ധാരണയിൽ ഉണ്ടാവുക. 2030 ഇവ ഇന്ത്യക്ക് കൈമാറിയേക്കും. റിപ്പോ നിരക്കിൽ കുറവ് വരുത്തി റിസർവ് ബാങ്ക്. 6.25% നിന്ന് 6% റിപ്പോ നിരക്ക് കുറച്ചു. രാജ്യത്തെ പണപ്പെരുപ്പ നിരക്കിൽ കാര്യമായ കുറവ് വന്നതായും റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. GDP വളർച്ചാ നിരക്കിലെ പ്രവചനത്തിലും RBI ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 0.25% ബേസിസ് പോയിന്റ് കുറവ് വരുത്തിയാണ് 6% റിപ്പോ നിരക്ക് RBI പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെയും 0.25% റിപ്പോ നിരക്ക് RBI കുറവ് വരുത്തിയിരുന്നു. രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണ വിധേയമായതോടെ പണവിപണി ഊർജിതമാക്കുകയാണ് നിരക്ക് കുറച്ചതിന്റെ ലക്ഷ്യം. Conditions and outlook, the MPC voted unanimously to reduce the policy repo rate by 25 basis points to 6% with immediate effect. I repeat, the MPC voted unanimously to reduce the policy repo rate by 25 basis points to 6% with immediate effect. Consequently, the standing deposit facility, the SDF rate under the liquidity adjustment facility shall stand adjusted to 5.75%. വാണിജ്യ ബാങ്കുകളുടെ കാർ, ഭവന വായ്പ, വ്യക്തിഗത വായ്പ തുടങ്ങിയവയിൽ പലിശ നിരക്ക് കുറയും. രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്കിലും കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. പണപ്പെരുപ്പം 4% നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. 2025-2026 സാമ്പത്തിക വർഷം പണപ്പെരുപ്പം 4% താഴെയായിരിക്കുമെന്നും RBI കണക്കുകൂട്ടുന്നു.
2025-2026 സാമ്പത്തിക വർഷം ഭാരതത്തിന്റെ GDP 6.5%. ആഗോള മാന്ദ്യവും മറ്റു സ്വാധീന ഘടകങ്ങളുമാണ് GDP വളർച്ചയിൽ 0.2% കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് കണക്കുകൂട്ടാൻ കാരണം. ഉപഭോക്തൃ വില സൂചിക പ്രകാരമുള്ള പണപ്പെരുപ്പ നിരക്ക് 4% തുടരുമെന്നും RBI കണക്കുകൂട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ജനം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹൌർ റാണയുമായി NIA സംഘം ഭാരതത്തിലേക്ക് തിരിച്ചു. നാളെ പുലർച്ചെയോടെ റാണയെ ഭാരതത്തിലെത്തിക്കും. ഡൽഹിയിലെയോ മുംബൈയിലെയോ ജയിലിൽ റാണയെ പ്രവേശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ പ്രത്യേക മേൽനോട്ടത്തിലാണ് തഹൌർ ഹുസൈൻ റാണയെ ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹൌർ റാണയെ ഉടൻ ഇന്ത്യയിൽ എത്തിക്കും. റാണയുമായി NIA സംഘം ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചതായാണ് വിവരം. ഇന്ന് അർദ്ധരാത്രിയോ നാളെ പുലർച്ചെയോ ഇന്ത്യയിലെത്തിക്കും. തന്നെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് റാണെ US സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ നടപടി വേഗത്തിലാക്കിയത്. പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ റാണെ ലോസ് ഏഞ്ചൽസിൽ തടവിലായിരുന്നു. 2009 ഇയാൾ അമേരിക്കയിൽ പിടിയിലായത്. 2008 പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് നടത്തിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് തഹൌർ റാണെ. ജനം, ഡൽഹി. ജമ്മുകശ്മീരിലെ ഉധംപൂർ മേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. 3 ഭീകരരെ സുരക്ഷാ സേന വളഞ്ഞിരിക്കുകയാണ്. കൂടുതൽ സൈന്യം പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. നന്ദഗോപൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, ഈ ജമ്മു കാശ്മീരിലെ ഉധംപൂരിലുള്ള മാർത്ത വില്ലേജിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് ആദ്യം ജമ്മു കാശ്മീർ പോലീസ് എത്തുകയാണ്. പിന്നീട് CRPF അടക്കമുള്ള സുരക്ഷാ സൈന്യവും അവിടെ എത്തുന്നു. തുടർന്നാണ് അവിടെ ഒളിഞ്ഞിരുന്ന 3 ഭീകരവാദികൾ എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. അവർ ഈ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു, സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ സുരക്ഷാ സൈന്യം പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ വെളിച്ചം ഒരു വലിയ തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ഇപ്പോൾ പ്രദേശത്തേക്ക് കൂടുതൽ സൈന്യം എത്തിയിരിക്കുകയാണ്. ഈ 3 തീവ്രവാദികളും 3 ഭീകരവാദികളും ഇപ്പോൾ സൈന്യത്തിന്റെ വലയിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവരുമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നുള്ളതും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. വിഷ്ണു, അതേസമയം ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ IED സ്ഫോടനത്തിൽ CRPF ജവാന് പരിക്ക്. മാവോയിസ്റ്റ് ഭീകരാക്രമണം നടന്നുവെന്നാണ് വിവരം. നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. നന്ദൻ, ഛത്തീസ്ഗഡിലെ സാഹചര്യം എന്താണ്? ഛത്തീസ്ഗഡിൽ ഇന്ന് അവിടെ നടത്തിയ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് ഇത്തരമൊരു IED സ്ഫോടനം ഉണ്ടായത്. ബിജാപൂർ മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. മാവോയിസ്റ്റ് ആണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഈ ബിജാപൂർ മേഖലയിൽ നിരന്തരം CRPFും അതേപോലെ തന്നെ മാവോയിസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന പ്രദേശമാണ്. അവിടെ CRPFുകാരെ കരുതി അവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവിടെ IED സ്ഥാപിച്ചത്. ആ IED നടത്തിയ അല്ലെങ്കിൽ ആ IED സ്ഫോടനത്തിലാണ് ഒരു CRPF ജവാന് ഗുരുതര പരിക്കേറ്റിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് CRPF വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ സുരക്ഷാ സേന CRPFന്റെ ഈ സ്ഥലത്തേക്ക് എത്തി അവിടെ പരിശോധന നടപടികൾ തുടരുകയാണ്. ശരി, നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ലോകത്തിന് വിവിധ വിഷയങ്ങളിൽ അറിവ് പകർന്ന നാടാണ് ഭാരതമെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ശാസ്ത്രം, ഗണിതം, ആയുർവേദം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഭാരതം പകർന്ന അറിവുകൾ വിലപ്പെട്ടതായിരുന്നുവെന്നും സർസംഘചാലക് പറഞ്ഞു. ലഖിംപൂർ ഖേരിയിലെ ഗ്വാല തഹസിൽ കബീർദാം മുസ്തഫാബാദ് ആശ്രമത്തിൽ നടന്ന സത്സംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന നാടാണ് ഭാരതം. എന്നാൽ രാഷ്ട്രമെന്ന കാഴ്ചപ്പാടിൽ എല്ലാവരും ഒരേ പൂർവികരുടെ പിൻഗാമികളാണെന്നും സഹോദരങ്ങളാണെന്നും സർസംഘചാലക് വിശദീകരിച്ചു. അതിന് കാരണം നമ്മുടെ അമ്മയാണെന്നും അത് ഭാരത മാതാവാണെന്നും അദ്ദേഹം പറഞ്ഞു. हमारा एक समाज है, हमारा एक राष्ट्र है, हम समान पूर्वजों के वंशज है और हमारी एक माता है जिसके कारण हम भाई है, वो है भारत माता. उस भारत माता की भक्ति को आगे रखना. देखिए, अपने आत्मा को पाने के लिए हम जिनकी आराधना करते हैं, जिन रूपों की, जिन अवतारों की, जिन देवों की, उन सब लोगों ने भारत की महती गाई है. गुरु नानक देव जी हो, गुरु शंकर देव जी हो, कंब रामायण लिखने वाले कंब हो या उत्तर में तुलसीदास जी हो, सब ने भारत की संस्कृति की है.
ലോകത്തിന് ഭാരതം പകർന്നു നൽകിയ അറിവിന്റെ മഹത്വവും സർസംഘചാലക് വിശദീകരിച്ചു. ശാസ്ത്രം, ഗണിതം, ആയുർവേദം തുടങ്ങി വിവിധ മേഖലകളിൽ ഭാരതം നൽകിയ സംഭാവനകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. विज्ञान था लेकिन पर्यावरण की इतनी भी हानि नहीं थी. 10,000 साल से खेती हम कर रहे हैं, अभी भी हमारे यहाँ की जमीनें बहुत अच्छी है. अंग्रेजों के आने के बाद उनकी प्रभुता के झांसे में आकर हमने केमिकल खेती शुरू की, जितनी उतनी ही खराब हुई है, बाकी खराब नहीं हुई है. वो जानते हैं दुनिया के लोग कि भारत के पास ये विद्या है कि भौतिकता में नंबर 1 और आध्यात्मिकता भी नंबर 1, सुख संतोष समाधान की कमी नहीं. ഭാരതത്തിന്റെ വൈജ്ഞാനിക സമ്പത്തിന്റെ കരുത്താണ് സർസംഘചാലക് സൂചിപ്പിച്ചത്. നാനാത്വത്തിൽ ഏകത്വമെന്ന അടിസ്ഥാന ദർശനവും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉയർത്തിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് ജനം. നവോദയത്തിന്റെയും ആദിശങ്കരാചാര്യ സേവാ സമിതിയുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ പുസ്തക പരിചയം നടന്നു. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യൻ എന്ന പുസ്തകത്തെക്കുറിച്ച് കുരുക്ഷേത്ര MD കാബ സുരേന്ദ്രൻ പ്രഭാഷണം നടത്തി. അടുത്ത മാസം 4-നാണ് ആദിശങ്കരാചാര്യ സേവാസമിതിയുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് ശങ്കരജയന്തി ആചരിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് 13 ടാൽക്കട്ടോറ റോഡിൽ പുസ്തക പരിചയം സംഘടിപ്പിച്ചത്. നവോദയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കുരുക്ഷേത്ര MDയും RSS പ്രചാരകനുമായ കാബ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ രചിച്ച ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ എന്ന പുസ്തകത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് കാബ സുരേന്ദ്രൻ വിവരിച്ചു. സ്വാമികൾ പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമുണ്ടല്ലോ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അർഹതപ്പെട്ടവൻ അതിജീവിക്കും, കരുത്തുള്ളവൻ അതിജീവിക്കും. ഭാരതം എന്തുകൊണ്ട് ഈ ആക്രമണങ്ങളെല്ലാം നേരിട്ടിട്ട് നിലനിൽക്കുന്നു എന്നാണെങ്കിൽ, അതിജീവിച്ചു എന്നാണെങ്കിൽ അതിനുള്ള അർഹതയുണ്ട്, അതിനുള്ള കരുത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ കരുത്തിന്റെ ഒരു പ്രധാന കാര്യമാണ് ഈ വേദാന്തം എന്നുള്ളത്. ആ വേദാന്തത്തെ ആധുനിക ഭാരതത്തിനും ലോകത്തിനും അതിന്റെ കരുത്ത് എത്രയാണെന്ന് കാണിച്ചു തന്ന ആളാണ് ശങ്കരാചാര്യർ. നവോദയം അധ്യക്ഷൻ ബിജു നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നവോദയം ജനറൽ സെക്രട്ടറി കെ നാരായണൻകുട്ടി, ആദിശങ്കരാചാര്യ സേവാസമിതിയുടെ രക്ഷാധികാരി N വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പിക്സിൽ ഷോട്ട് പുട്ടിൽ വെള്ളി നേടിയ KB സുജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ജനം, ഡൽഹി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.